ഹലോ ഫ്രണ്ട്സ്, ജോജിസ്റ്റechworld സ്വാഗതം. ഇന്നത്തെ വിഷയം സ്റ്റെയർ കേസിനെ പറ്റിയാണ്, അല്ലെങ്കിൽ സ്റ്റെയർസിൻ്റെ എല്ലാ ഡീറ്റെയിൽസിനെ പറ്റിയാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം പറയാം. സ്റ്റെപ്പ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ടോപ്പ് ഫ്ലോറിലേക്ക്, ഫസ്റ്റ് ഫ്ലോറിലേക്കോ സെക്കൻഡ് ഫ്ലോറിലേക്കോ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റെപ്പിന് പകരം എസ്കലേറ്റർ ഉപയോഗിക്കാം. എസ്കലേറ്ററും ഒരു കൈൻഡ് ഓഫ് സ്റ്റെപ്പാണ്. അല്ലെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിച്ച് മുകളിലേക്ക് പോകാം. അപ്പോൾ സ്റ്റെപ്പിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ സ്റ്റെപ്പിന് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ഒന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയ സ്റ്റെപ്പ് കാണാം, അതായത് വേറെ വളവും തിരിവൊന്നുമില്ലാണ്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് ഒറ്റ ഫ്ലൈറ്റിൽ പോകുന്ന സ്റ്റെപ്പാണ് സ്ട്രെയിറ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അത് സ്റ്റെപ്പിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് പറയാം. ഫസ്റ്റ് സ്ട്രെയിറ്റ് സ്റ്റെപ്സ് ആണ്. സ്ട്രെയിറ്റ് സ്റ്റെപ്പ്. പിന്നെ ടേണിംഗ് സ്റ്റെപ്പ്, ചിലത് ഇങ്ങനെ വളഞ്ഞ് പോകുന്ന സ്റ്റെയർ കേസ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഉണ്ടാവും. അതിന് ടേണിംഗ് സ്റ്റെയർസ് എന്ന് പറയും. പിന്നെ ഉള്ളത് ക്വാർട്ടർ ടേൺ സ്റ്റെയർസ്. ഒരു ക്വാർട്ടർ മാത്രം വളഞ്ഞ് പോകുന്ന സ്റ്റെയറിനെയാണ് ക്വാർട്ടർ ടേൺ സ്റ്റെയർസ് പറയുന്നത്. പിന്നെ വരുന്നത് ഹാഫ് ടേൺ, പകുതി വളഞ്ഞു പോണേന്. പിന്നെ ഡോഗ്ലെറ്റ് സ്റ്റെയർസ്. ഡോഗ്ലെറ്റ് സ്റ്റെയർസ് പട്ടിയുടെ കാല് പോലെ ഇങ്ങനെ ഇരിക്കണ ഒരു സ്റ്റെയറിനെയാണ്. സാറ് നമ്മൾ കാണുന്നതെല്ലാം ഡോഗ്ലെറ്റ് സ്റ്റെയർ ആയിരിക്കും. ഈ ഡോഗ്ലെറ്റ് സ്റ്റെയർ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ, അത് രണ്ട് ഡോഗ്ലെറ്റ് സ്റ്റെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഓപ്പൺ വെൽ സ്റ്റെയർ ആയിട്ട് മാറിയത്. ഓപ്പൺ വെൽ എന്ന് വെച്ചാൽ അപ്പോൾ അതിൽ ഡോഗ്ലെറ്റ്സ് ഇടയ്ക്ക് ആ ലാൻഡിങ്ങിൽ ചിലപ്പോൾ ഒരു ഇൻ ബിറ്റ്വീനിൽ കുറച്ച് സ്റ്റെപ്സ് കയറി വരാം. അപ്പോൾ അങ്ങനെ നടുക്കൊരു വെല്ല് പോലെ ആവുന്ന ഒരു സ്ഥലത്ത് ഒരു സ്റ്റെയർ കേസിനെയാണ്, അത് തന്നെ ഒരു വലിയ സ്ട്രക്ചറാണ്. അതിന് സാധാരണ നമ്മൾ പബ്ലിക് ബിൽഡിങ്സ് ചിലപ്പോൾ അത് കാണാറുണ്ട്. അപ്പോൾ ഒരു വലിയൊരു കിണർ പോലെ അങ്ങനെയൊക്കെ വരുന്ന ഒരു സ്ഥലത്തെയാണ് ഓപ്പൺ വെൽ സ്റ്റെയർസ് എന്ന് പറയുന്നത്. പിന്നെ 3/4 ടേൺ സ്റ്റെയർസ്, അത് 3 കോട്ടൺ തിരിയണതിനാണ് 3/4 ടേൺ സ്റ്റെയർസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ബൈഫർക്കേറ്റഡ് സ്റ്റെയർസ്. ഈ ബൈഫർക്കേറ്റഡ് സ്റ്റെയർസ് നമ്മൾ പണ്ടത്തെ ഈ തമിഴ് സിനിമയിൽ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനിമയാണെങ്കിൽ പാലസിലൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പഴയ പാലസിലൊക്കെ ചെല്ലുവാണെങ്കിൽ കാണാൻ പറ്റും. ആദ്യം ഒരു സ്റ്റെപ്പിൽ കയറി പോയിട്ട് പിന്നെ അത് രണ്ടായിട്ടങ്ങ് തിരിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പണ്ടത്തെ നമ്മുടെ ഇതുണ്ട് മനുഷ്യത്താഴിൽ കാണിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ബൈഫർക്കേഷൻ സ്റ്റെയറാണ് ആദ്യം കാണിക്കുക. വന്ന് പോയിട്ട് അപ്പുറത്തേക്കും തിരിഞ്ഞു പോവുക. അതായത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ പോയാൽ കാണാൻ പറ്റിയ സംഭവം അത് ബൈഫർക്കേറ്റഡ് സ്റ്റെയർ കേസാണ്. പിന്നെ ഉള്ളത് കണ്ടിന്യൂസ് സ്റ്റെയർസ്, സർക്കുലർ സ്റ്റെയർസ്. സർക്കുലറായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോകുന്നതിനാണ് കണ്ടിന്യൂസ് ഓർ സർക്കുലർ സ്റ്റെയർസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ വരുന്നത് ഹെലിക്കൽ സ്റ്റെയർ അല്ലെങ്കിൽ സ്പൈറൽ സ്റ്റെയർ. നമുക്കറിയാം സ്പൈറൽ സ്റ്റെയർ കേസ് ഇങ്ങനെ വളഞ്ഞ് കയറി പോണ വളരെ സ്പേസ് ലിമിറ്റഡ് ആയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ബിൽഡിംഗ് കോഡ് പറയുന്നത് 1.5 മീറ്ററിന് കുറഞ്ഞൊരിക്കലും അത് ഡയ വരാൻ പാടില്ല. ടോട്ടൽ ഡയ ഓഫ് ദ സ്പൈറൽ കേസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.5 മീറ്റർ. അതായത് 150 mm അതിനേക്കാളും കുറഞ്ഞൊരിക്കലും സ്പൈറൽ കേസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ബിൽഡിംഗ് കോഡ് പറയുന്നുണ്ട്. അപ്പോൾ അതിനാണ് സ്പൈറൽ സ്റ്റെയർ കേസ് പറയുന്നത്. അത് മിനിമം ഏരിയ എടുക്കുകയുള്ളൂ. സ്റ്റെയർ കേസിന് വേണ്ടി അധികം സ്പേസ് ഒന്നും അവിടെ പോവില്ല. പിന്നെ ഉള്ളത് ഫ്ലോട്ടിങ്. ഫ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മളെ പുതിയ റെസിഡൻസ് ഒക്കെ പണിയുമ്പോൾ ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ ഇത് പറന്ന് നടക്കുന്ന പോലെ തോന്നുന്നത്. അതായത് നമ്മൾ ഈ ഭിത്തിയിൽ നിന്ന് മാത്രം ഇറങ്ങി വന്നിരിക്കണ കുറേ സ്റ്റെപ്പ് ഇങ്ങനെ കാണാം. അതിങ്ങനെ മുകളിൽ കയറിക്കും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. വേറെ ഒന്നും പിടുത്തം ഉണ്ടാവില്ല, ഭിത്തി തന്നെയാണ് എൻ്റെ പിടുത്തം. അത് അപ്പോൾ ഭിത്തിയിലൊരു RC സ്ട്രക്ചർ ഉണ്ടാവും, അങ്ങോട്ടേക്ക് കമ്പയർ ആക്കിയിട്ടാണ് അത് വന്നത്. അപ്പോൾ ലോഡ് മുഴുവനും ഭിത്തി താങ്ങും. ലോഡ് ബെയറിംഗ് വളമായിട്ട് ആ വാള് മാറും. അപ്പോൾ അതിനാണ് ആ ഫ്ലോട്ടിംഗ് സ്റ്റെയർസ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ കൊടുത്ത് കാണാൻ പറ്റുക. ഇനി നമുക്ക് സ്റ്റെപ്പിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 2 ഡിവിഷൻ ഉണ്ട് സ്റ്റെപ്പിന്. ഒന്ന് റൈസർ, ഒന്ന് ട്രെഡ്. അപ്പോൾ ഈ ഹൈറ്റിനെയാണ് റൈസർ എന്ന് പറയുന്നത്. ട്രെഡ് എന്ന് വെച്ചാൽ മുകളിലത്തെ ഒരു കുറച്ച് സ്പേസ്, നമ്മൾ കാല് ചവിട്ടുന്ന സ്ഥലത്തിനാണ് ട്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ടൈലൊക്കെ ഇട്ട് പിടിപ്പിക്കുന്നു. ടൈല് ക്ലാഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇറക്കി മുമ്പോട്ട് വെക്കണ കാണാറുണ്ട്. അപ്പോൾ ആ ഇറക്കി വെക്കുന്ന സ്ഥലത്തിനാണ് നോസിംഗ് എന്ന് പറയുന്നത്. ആ സ്റ്റെപ്പിൻ്റെ നോസിംഗ് എന്ന് പറഞ്ഞാൽ ആ ടൈലിങ്ങനെ മുമ്പോട്ട് കയറി വയ്ക്കുന്ന സ്ഥലത്താണ് നോസിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലായി റൈസർ എത്രയാണ്, ട്രെഡ് എത്രയാണ് മനസ്സിലായി. റൈസർ എത്ര കൊടുക്കണം എന്നുള്ളതാണ്. റൈസർ എത്ര കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് എത്ര കൊടുക്കുന്നില്ല. 15 സെൻറ്റിമീറ്ററാണ് സാധാരണ സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഓഫ് എ റൈസർ. ട്രെഡിൻ്റെ നമ്മൾ കാല് വെക്കുന്ന സ്ഥലത്ത് അതിനെത്ര വിടുത്ത് കൊടുക്കുന്നത് വെച്ചാൽ 30 സെൻറ്റിമീറ്റർ. അത് ഒരടി. 25 സെൻറ്റിമീറ്റർ ആണെങ്കിൽ കുറയ്ക്കാം, പക്ഷേ 30 കൊടുക്കാനൊക്കെ നല്ല. കാരണം പല ആൾക്കാരുടെ കാലിൻ്റെ അളവ് കൂടുതലും കുറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴും 30 കൊടുക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ 25 വരെ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഓൾവേസ് ഗോ ഫോർ 30 സെൻറ്റിമീറ്റർ. സോ അതിന് പറയും. പിന്നെ ഉള്ളത് നമുക്ക് ഫ്ലൈറ്റ് ആംഗിളാണ്. ഫ്ലൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സ്റ്റെപ്പിൻ്റെ സെക്ഷനാണെങ്കിൽ ഇതിപ്പോൾ സ്റ്റെപ്പിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇത് ഫ്ലോറിങ്. അപ്പോൾ ഈ ഫ്ലൈറ്റ് പോകുന്നതും അടിയിൽ നമ്മൾ ആംഗിളാണ്, എത്ര ആംഗിൾ വരെ പോകുന്നത്. അത് നമുക്ക് 25 ഡിഗ്രി തൊട്ട് 40 ഡിഗ്രിയുടെ ഇടയ്ക്ക് പോകാം. അത് നമ്മുടെ സ്പേസ് കൂടുതലുണ്ടെങ്കിൽ 25 പോകാം, അല്ല കുറച്ചേ ഉള്ളെങ്കിൽ നമുക്ക് 40ക്ക് അടുത്ത ഏത് ആംഗിളിലും യൂസ് ചെയ്ത് പോകാം. അപ്പോൾ കംഫോർട്ട് സോൺ അതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടാകും. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ റൈസർ 15 വെച്ചേക്കണത്? നമുക്ക് വേണമെങ്കിൽ മുകളിലേക്ക് പോകാൻ പാടില്ലേ. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വയസ്സുകാരുള്ളവർക്ക് ഇത് കയറി പോകാനൊക്കെ ബുദ്ധിമുട്ടാകും, കൊച്ചുകുട്ടികളും കയറാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതൊരു നല്ല ഡിസൈൻ അല്ല. അതുകൊണ്ടാണ് 15 വയ്ക്കാൻ പറയുന്നത്. 15 കംഫോർട്ട് സോണാണ്, നമുക്ക് കയറി പോകാം. 30 വെച്ചാൽ ട്രെഡ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ പിന്നെ 25 ആക്കണമെങ്കിൽ 30 ഞാൻ നേരത്തെ പറഞ്ഞു.
ഇനി നമുക്ക് ഫ്ലൈറ്റ് ആംഗിൾ ഇപ്പോൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് ഇപ്പോൾ കണ്ടില്ല, ഇത് കാണുന്ന സ്റ്റെപ്പ് തന്നെയാണ്. സ്റ്റെപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ കോൺക്രീറ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ ഈ ഏരിയയാണ് സ്ട്രിഞ്ചർ എന്ന് പറയുന്നത്. ഇത് അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് വിഡ്ത്ത് എത്ര കൊടുക്കാമെന്നുള്ളതാണ്. അത് നമ്മൾ ശരിക്കും സ്റ്റാൻഡേർഡ് വിഡ്ത്ത് കൊടുക്കേണ്ടത് 125 mm ആണ്. 125 mm കൂടിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഹെവിയർ ആവും. അപ്പോൾ അതിനേക്കാളും കുറച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് 125 mm വിഡ്ത്ത്, ഫ്ലൈറ്റ് വിഡ്ത്ത് അത്രയും കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത്, നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ഒരു സ്റ്റെയറിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നുള്ളത്, ടോട്ടൽ വിഡ്ത്ത് അതെന്തൊരു കൊടുക്കാം. മിനിമം നമുക്കൊരു 90 cm സ്റ്റാർട്ട് ചെയ്യാം. 90 cm സ്റ്റാർട്ട് ചെയ്തിട്ട് 1.1 or 1.2 വരെ കൊടുക്കാം. അത് സ്പേസ് ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ 1.2 വരെ കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് 90 cm നമ്മൾ കൊടുക്കണം. പിന്നെ മാക്സിമം എടുത്ത് ഞാൻ പറഞ്ഞു, മിനിമം എടുത്തും പറഞ്ഞു സാറിൻ്റെ. പിന്നെ നമുക്ക് ഇതിപ്പോൾ പ്ലാനാണ്, ഈ സ്റ്റെയർ കേസിൻ്റെ പ്ലാനാണ്. ഇത് കയറി പോണ ഫ്ലോറിങ്, ഇത് ലാൻഡിങ് ആണ്. ഓക്കെ, ഇത്തരം സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പിൽ ഇതിൻ്റെ വിഡ്ത്ത് ഉണ്ടല്ലോ, ഈ സ്റ്റെയർ കേസിൻ്റെ വിഡ്ത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1 മീറ്റർ ആണെങ്കിൽ ഈ ലാൻഡിങ് 1 മീറ്റർ കൊടുക്കണം. അതിന് കുറയ്ക്കാൻ പാടില്ല. ഇതിലിപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ ഇത് കുറച്ചാണ് കാണിച്ചേക്കണം, പക്ഷേ ഇതിൽ എത്ര വിഡ്ത്ത് ഉണ്ടോ അത് തന്നെ ഇവിടെ വരണം. ഇതിൽ കുറയാൻ പാടില്ല ലാൻഡിങ്ങിൽ, കാരണം ആൾക്ക് കറങ്ങി തിരിഞ്ഞ് പോകണ്ടേ. അപ്പോൾ ആ ഡിസൈൻ ചിലപ്പോൾ കുറച്ച് പേര് 1.2 ആണെങ്കിൽ കുറേ ആൾക്കാർ വരാൻ വേണ്ടി ഒരു പബ്ലിക് ഏരിയയിലായിരിക്കും 1.2 വിഡ്ത്ത് വെച്ച് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അത്ര ആൾക്കാർക്ക് ഇറങ്ങി പോകാൻ അത്ര സ്പേസ് വേണം. ഇനി നമുക്ക് സ്റ്റെപ്പിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, എങ്ങനെയാണ് ആ സ്റ്റെപ്പിൻ്റെ സെക്ഷൻ എത്ര ഹൈറ്റിൽ വരും, എവിടെ ലാൻഡിങ് വെക്കുന്നതൊക്കെ നോക്കാം. അപ്പോൾ റൈസർ എത്ര നമുക്കറിയാം, 15 cm എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇവിടം വരെയാണെങ്കിൽ 300 cm ആണ്. 300 mm അല്ല കേട്ടോ, 300 mm ഇത് തെറ്റിപ്പോയതാണ്. ഇത് 300 cm ആണ് ഇവിടുന്ന് ഇവിടം വരെ. അപ്പോൾ 300 cm എന്ന് പറയുമ്പോൾ 300/50 അല്ല 300/50 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള റൈസർ വരും. നമുക്കിപ്പോൾ ഇത് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് 150 cm ആയിരിക്കും വരിക. 1.5 മീറ്റർ ഡിവൈഡ് ബൈ 15 cm അല്ലെങ്കിൽ 0.15. ഓക്കെ. അപ്പോൾ നമുക്കെത്ര കിട്ടി? 10 നമ്പർ കിട്ടി. 10 നമ്പർ ഓഫ് റൈസർ കിട്ടി. അതായത് ഇവിടം വരെയുള്ള ഹൈറ്റ് ഡിവൈഡ് ബൈ 1 റൈസർ എത്രയാണോ നമുക്ക് നമ്പർ ഓഫ് റൈസർ കിട്ടും. അപ്പോൾ ഇതിലിപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് 10 റൈസർ വരും. 1 2 3 എന്ന് പറയുകയാണെങ്കിൽ ഇവിടം വരെ 10 ആവും. ഈ 10 കയറി പോണത് ലാൻഡിങ്ങിലേക്കാണ് മാത്രം. പിന്നെ നമ്പർ ഓഫ് ട്രെഡ് അറിയണമെങ്കിൽ ഈ നമ്പർ ഓഫ് റൈസർ -1 ആണ്. ഓക്കെ. അതായത് ഇതിപ്പോൾ 10 റൈസർ ഉണ്ടെങ്കിൽ 10 - 1 ആണ് നമ്പർ ഓഫ് ട്രെഡ്. അതായത് 9 ട്രെഡേ വരുള്ളൂ. അതിപ്പോൾ ഇവിടെ നിന്ന് എണ്ണിക്കാൻ പറ്റും. 1 2 3 എണ്ണിക്കഴിഞ്ഞാൽ 9 ട്രെഡേ വരുള്ളൂ. അപ്പോൾ ഇത് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടും. അങ്ങനെയാണ് നമ്മൾ ഇതെങ്ങനെ ഡിസൈൻ ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പിൻ്റെയൊക്കെ സൈഡിൽ നമ്മൾ ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞ സാധനം അറിയാമല്ലോ, കൈ കൊണ്ട് പിടിക്കുന്ന സ്ഥലമാണ് ഹാൻഡ് റെയിൽ. ആ കൈ റെയിലിംഗ് പോണ സാധനം. പിന്നെ വലിയൊരു സാധനം കാണണം, കയറി ചെല്ലുമ്പോൾ തന്നെ വലിയ പല വീട്ടിലും കണ്ടിട്ടില്ലേ, അതിനെ പറയുന്നത് മാസ്റ്റർ പില്ലർ എന്ന് പറയും, അല്ലെങ്കിൽ നേവൽ എന്ന് പറയും. അതിൻ്റെ മുകളിൽ കൈ പിടിക്കാൻ റൗണ്ടുള്ള സാധനമൊക്കെ നേവൽ ക്യാപ്പ് എന്ന് പറയും. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നെ മാസ്റ്റർ പില്ലർ കഴിഞ്ഞിട്ട് വന്നെ ചെറിയ ആ വെർട്ടിക്കൽ സ്റ്റീൽ പൈപ്പിനെയാണ് പറഞ്ഞത് ബാലസ്റ്റേഡ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ മാസ്റ്റർ പില്ലർ ഇവിടെ നിന്ന് വേറെ മാസ്റ്റർ പില്ലറിലേക്കാണ് കണ്ടു. ഈ മാസ്റ്റർ പില്ലർ എന്തായാലും ഉള്ള നല്ലതാണ്, ഉള്ള ലോഡൊക്കെ താങ്ങാൻ വേണ്ടി ഇത് വേണം. ചിലയിടത്ത് അതൊന്നും കൊടുക്കാറില്ല. അങ്ങനെ കൊടുക്കാത്ത സ്ഥലത്ത് സാധനം ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. സോ ഓൾവേസ് പ്രൊവൈഡ് മാസ്റ്റർ പില്ലർ. പിന്നെ എനിക്ക് ഈ സെക്ഷനിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ഹൈറ്റൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിലിപ്പോൾ 1.5 മീറ്റർ എന്ന് പറയും. 3 മീറ്ററിന് നമ്മൾ നടുക്ക് ഡിവൈഡ് ചെയ്തു. ഞാനൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നടുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് സ്പേസ് ഇത്തിരി ഒരു 20 cm കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് അവിടെ പോയിട്ട് നിൽക്കുമോ, അവിടെ ചെറിയൊരു ബുക്ക് ഷെൽഫ് വയ്ക്കുക, ഇവൻ ഒരു ചെറിയൊരു ടോയ്ലറ്റ് ആയിട്ടാണെങ്കിൽ മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഈ സ്റ്റെപ്പിൻ്റെ അടിയിൽ ഏത് സമയത്തും ഒരു യൂട്ടിലിറ്റി ഉള്ള ഒരു ഏരിയ ആയിരിക്കില്ല. ചുമ്മാ സ്റ്റോർ സ്പേസ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ആരും തിരിഞ്ഞു നോക്കാണ്ട് പൊടി പിടിച്ച് കാണാൻ സ്പേസായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഒരു വീടിന് ഡിസൈൻ ചെയ്യുമ്പോൾ എല്ലാ കോർണറും എന്തെങ്കിലും ഉപയോഗമാക്കാൻ രീതിയിലാക്കുവാണ് എപ്പോഴും ഒരു നല്ല ഡിസൈനർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ സ്റ്റെപ്പിൻ്റെ അടിയിലും നമുക്ക് കുറച്ച് ഡിഗ് ചെയ്താൽ തന്നെ അവിടെ ഒരു വേറെ സ്പേസ് ആക്കി നമുക്ക് എന്ത് സ്പേസ് ആക്കി മാറ്റാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നെ അത് ആ ഏരിയ കൊണ്ട് ആരും യൂട്ടിലിറ്റി കണ്ടുവരും. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു ഇനിയുള്ളത് നമുക്ക് ഈ സ്റ്റെയർ കേസ് നല്ലതുണ്ട്. ഫയർ സ്റ്റെയർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് തീ പിടിക്കുമ്പോൾ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു സ്റ്റെയറാണ് ഫയർ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞത്. അത് സാധാരണ പബ്ലിക് ബിൽഡിങ്സിലും ഇപ്പോൾ ഈ റെസിഡൻഷ്യൽ ഫ്ലാറ്റ്സിലൊക്കെയാണ് കൊടുക്കുന്നത്. അത് കുറച്ച് കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കോഡ് പറഞ്ഞ പോലെ ആണെങ്കിൽ ഇപ്പോൾ റെസിഡൻഷ്യൽ ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ G+2 മുകളിലേക്ക് പോകുന്ന എല്ലാ സ്റ്റോറിനും നമ്മൾ ഈ ഫയർ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അതിപ്പോൾ ഒരു പബ്ലിക് ബിൽഡിംഗ് ആണെങ്കിൽ G+3 കഴിഞ്ഞിട്ടുള്ള എല്ലായിടത്തും നമ്മൾ ഫയർ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ ഫയർ സ്റ്റെയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു തീ പിടിക്കുമ്പോൾ ചാടി ഇറങ്ങി ഓടണം. അത് ഈ ഫയർ സ്റ്റെയർ നമ്മൾ ഏത് റൂമിൽ നിന്നാലും ഓടി എത്താൻ അക്സസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ദൂരത്തായിരിക്കും. ഏതാണ്ട് ഒരു 30 മീറ്റർ എന്നാണ് അവർ പറഞ്ഞത്. അതിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്പീഡിൽ പുറത്തേക്ക് ഇത് ഇറങ്ങണം, പുറത്തേക്കായിരിക്കണം, വേറെ റൂമിലേക്കോ ഒരു ഹോളിലേക്കൊന്നും ആവരുത്, പുറത്തേക്ക് തന്നെ അക്സസ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് ഇറങ്ങും. കാരണം എന്നാലേ ഓടി രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുപോലെ പുറത്ത് ഫയർ എഞ്ചിൻ വന്നാലും അവർക്ക് ഈസിലി അക്സസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്തായിരിക്കണം ഈ ഒരു സ്റ്റെയർ വന്ന് നിൽക്കേണ്ടത്. പിന്നെ ഈ ഒരു ഫയർ സ്റ്റെയറിന് മാത്രം നമുക്ക് വേണമെങ്കിൽ ഫ്ലൈറ്റ്, ഇതൊരു ഫ്ലൈറ്റ് എന്ന് പറയും. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള സ്റ്റെയറിന് ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനാണെങ്കിൽ 12 സ്റ്റെപ്പ് കൊടുക്കാവും. ഫയർ സ്റ്റെയറിന് വരുവാണെങ്കിൽ 16 സ്റ്റെപ്പ് വരെ കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഫയർ സ്റ്റെയറിൻ്റെ റൈസറാണെങ്കിൽ 19 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് കൊടുക്കാം. അതിൻ്റെ ട്രെഡ് ആണെങ്കിൽ 25 സെൻറ്റിമീറ്റർ കൊടുത്താൽ മതി, അത് കൂടുതൽ കുറയുന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ ഹൈറ്റ്, സാധാരണ റെസിഡൻസിൻ്റെയൊക്കെ ഹാൻഡ് റെയിലിൻ്റെ ഹൈറ്റ് 90 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഫയർ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ ഹൈറ്റ് 1.2 വരെ ഹൈറ്റ് കൂടി കൊടുക്കാം, കുഴപ്പമില്ല. അങ്ങനെ അതിന് കുറച്ച് അസംഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ റൈസർ, ട്രെഡ്, ഫ്ലൈറ്റ്, ഹാൻഡ് റെയിൽ ഹൈറ്റൊക്കെ അത്രയും കൊടുക്കാം. സോ ഇതാണ് സ്റ്റെയർ കേസിനെ പറ്റി അത്യാവശ്യം ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഞാൻ നടത്തിയ ശ്രമം. സോ ഇത് നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.